എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പയ്യന്നൂർ ടൗണിലെ 3 മണി മുതൽ 4 മണി വരെയാണ് UDFന്റെ കൊട്ടിക്കലാശത്തിന് പോലീസ് അനുമതി നൽകിയിട്ടുള്ളത്. പെരുമ്പ KSRTC സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള UDFന്റെ കൊട്ടിക്കലാശം പയ്യന്നൂർ ടൗണിലെത്തിയിരിക്കുകയാണ്. നമ്മൾക്കറിയാം, പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണത്തിന്റെ അവസാനം ഇന്ന് വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. നാളെ നിശബ്ദ പ്രചരണമാണ്. മറ്റന്നാള് ജനങ്ങള് പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു 1.5 മാസം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ദിവസമാണ് ഇന്ന്. പരസ്യ പ്രചാരണത്തിന്റെ അവസാനം UDF ശക്തമായ രീതിയിലുള്ള പ്രചരണമാണ് ഈ നിയോജക മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളം പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാഴ്ചവെച്ചിട്ടുള്ളത് എന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യം വളരെ കൂടുതലായിരുന്നു. പല സ്ഥലങ്ങളിലും ലീഗ് കേന്ദ്രങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള പ്രചരണമാണ് നടന്നിട്ടുള്ളത് എന്ന കാര്യവും നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി പാടില്ല. ലീഗ് അടപടലം ഒന്നാകെ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പിറകിൽ ഉണ്ണിച്ച എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ട് എന്ന കാര്യം നമ്മൾക്കറിയാം. അത് വളരെ പ്രധാനമായ സൂചകമാണ് താനും. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ കേന്ദ്രീകരണം കഴിഞ്ഞ വർഷത്തെ പോലെ ഇപ്രാവശ്യം ഉണ്ടാകുമോ എന്നത് നമ്മൾക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല എന്ന കാര്യവും വളരെ പ്രധാനമുള്ളതാണ്. അതുകൊണ്ട് UDFന്റെ വലിയ രീതിയിലുള്ള പ്രചരണമാണ് നമ്മുടെ പാർലമെന്ററി നിയോജക മണ്ഡലത്തിൽ, കാസർഗോഡ് പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം കാണാതിരിക്കാൻ വേണ്ടി പാടില്ല. ഒരിക്കൽ കൂടെ രാജ്മോഹൻ ഉണ്ണിത്താനെ പാർലമെന്റിലേക്ക് എത്തിക്കുമോ ആ ആവേശകരമായ പ്രവർത്തനം എന്നതാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. കാഴ്ചകളിലേക്ക് ചരിത്ര ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേ എന്ന് വിനയത്തിന്റെ സ്നേഹത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. മോദിയുടെ ദുർഭരണത്തിനെതിരെ 5 വർഷം പാർലമെന്റിൽ വീരജീവൻ പോരാടിയ UDFന്റെ കർമ്മധീരനായ സ്ഥാനാർത്ഥി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താന് ശാന്തിയുടെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമായ കൈപ്പത്തി അടയാളത്തിന് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി ചരിത്ര ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേ എന്ന് വിനയത്തിന്റെ സ്നേഹത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അടയാളത്തെ രേഖപ്പെടുത്തുക. ഭാഷയും പ്രതീക്ഷയുമായി
ശ്മശാന നവീകരണത്തിനായി 42.20 ലക്ഷം രൂപയും കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണത്തിനായി 94.5 ലക്ഷം കോടിയുമടക്കം 19.50 കോടി രൂപ വികസനത്തിനായി നൽകിയ നമ്മുടെ പ്രിയങ്കരനായ ജനപ്രതിനിധിയായിരുന്ന UDF കർമ്മധീരനായ സാരഥി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താന് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ശാന്തിയുടെ, സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ, സഹനത്തിന്റെ, ഒരുമയുടെ, പെരുമയുടെ പ്രതീകമായ കൈപ്പത്തി അടയാളത്തിൽ നൽകി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനെ സ്നേഹത്തിന്റെ ഭാഷയിൽ ഞങ്ങളെ എത്തിക്കുകയാണ്. കാസർഗോഡിന്റെ കരുത്തായി, കാവലായി, കരുതലായി നിറഞ്ഞു നിൽക്കുന്ന ജനനായകൻ, ഭാഷകളുടെ സംഗമഭൂമിയിൽ വാക്കിന്റെ പോരാളിയായി കഴിഞ്ഞ 5 വർഷക്കാലം നിറഞ്ഞുന്ന ജനപ്രതിനിധി, കാലം കാസർഗോഡിനായി കാത്തുവെച്ച വികസന തേരാളി, വീണ്ടും കാസർഗോഡ് എന്ന ജനവിധി നേടുന്ന ജനകീയനായ നേതാവ്, UDF കർമ്മധീരനായ പോരാളി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താന് ശാന്തിയുടെയും, സമാധാനത്തിന്റെയും, സ്നേഹത്തിന്റെയും, സമഭാവനയുടെയും പ്രതീകമായ കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി ചരിത്രഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണമേ എന്ന് നിലയത്തിന്റെ, സ്നേഹത്തിന്റെ ഭാഷയിൽ നിങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. മോദിയുടെ ദുർഭരണത്തിന്